സ്ത്രീ പ്രവേശനമില്ലാത്ത നിഗൂഢമായ ആത്മീയ റിപ്പബ്ലിക്. അതെ, മൗണ്ട് അഥോസ്. 21-ാം നൂറ്റാണ്ടിലെ ആധുനിക സാങ്കേതിക വിദ്യകളും ബഹളങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് 1000 വർഷങ്ങൾ പിറകോട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഫോണോ ഇന്റർനെറ്റോ ആധുനിക കലണ്ടറോ ഇല്ലാത്ത ഒരിടം. അതിലുപരി മനുഷ്യരിലെ പെൺവർഗത്തിന് മാത്രമല്ല, വളർത്തു മൃഗങ്ങളിലെ പെൺവർഗത്തിന് പോലും ഇവിടെ പ്രവേശനമില്ല. 20 ഭീമാകാരമായ ആശ്രമങ്ങളും 100 കണക്കിന് സന്യാസിമാരും മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ആത്മീയ റിപ്പബ്ലിക്കാണ് മൗണ്ട് അഥോസ്. ഗ്രീസിന്റെ വടക്കു കിഴക്കൻ തീരത്ത് ഈജിയൻ കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ചാൽസിഡിസ് ഉപദ്വീപിലാണ് ഈ വിശുദ്ധ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 335 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ പ്രദേശത്തിന്റെ അറ്റത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 2033 മീറ്റർ ഉയരത്തിൽ അഥോസ് പർവ്വതം തലയുയർത്തി നിൽക്കുന്നു. ഇവിടേക്ക് കരമാർഗം പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. കപ്പൽ വഴിയോ ബോട്ട് വഴിയോ മാത്രമേ നിങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ സാധിക്കൂ. പ്രകൃതി ഒരുക്കിയ ഈ കാവലാണ് നൂറ്റാണ്ടുകളായി ബാഹ്യലോകത്തിന്റെ മാറ്റങ്ങളിൽ നിന്ന് ഈ സന്യാസിമാരെ സംരക്ഷിച്ചു പോന്നത്. മൗണ്ട് അഥോസിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ക്രിസ്തുവർഷം 963 വിശുദ്ധ അത്തനാസിയൂസ് ഇവിടെ ആദ്യത്തെ ആശ്രമം സ്ഥാപിക്കുന്നതോടെയാണ്. ബൈസാന്റൈൻ ചക്രവർത്തിമാരുടെ വലിയ പിന്തുണയോടെ വളർന്ന ഈ പ്രദേശം പിന്നീട് വന്ന ഓട്ടോമൻ ഭരണകാലത്തും തങ്ങളുടെ സ്വയംഭരണാവകാശം നിലനിർത്തി. 1926 മുതൽ ഗ്രീക്ക് ഭരണഘടന പ്രകാരം മൗണ്ട് അഥോസിന് പൂർണ്ണമായ സ്വയംഭരണാവകാശമുള്ള ഒരു തിയോക്രാറ്റിക് റിപ്പബ്ലിക് പദവി ലഭിച്ചു. ഇവിടുത്തെ 20 പ്രധാന ആശ്രമങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചേരുന്ന ഹോളി കമ്മ്യൂണിറ്റിയാണ് ഇവിടുത്തെ ഭരണം നടത്തുന്നത്. ഇതിന്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് 1988 യുനെസ്കോ ഇവിടം ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. മൗണ്ട് അഥോസിനെ ലോകമെമ്പാടും പ്രശസ്തമാക്കിയതും വിവാദമാക്കിയതുമായ ഒന്നാണ് ഇവിടുത്തെ സ്ത്രീ നിരോധന നിയമം. അവറ്റൻ എന്നാണ് ഈ നിയമം അറിയപ്പെടുന്നത്. ക്രിസ്തുവർഷം 1060 നിലവിൽ വന്ന ഈ നിയമപ്രകാരം സ്ത്രീകൾക്ക് ഈ ഉപദ്വീപിലേക്ക് പ്രവേശനമില്ല. സ്ത്രീകളുള്ള ബോട്ടുകൾക്ക് പോലും തീരത്തുനിന്ന് 500 മീറ്റർ പരിധിയിൽ വരാൻ പാടില്ല. വിചിത്രമായ കാര്യമെന്നാൽ മനുഷ്യർക്ക് മാത്രമല്ല, പശു, ആട്, കോഴി തുടങ്ങിയ പെൺവർഗ്ഗങ്ങൾക്കും ഇവിടെ വിലക്കുണ്ട്. എന്നാൽ ആശ്രമങ്ങളിലെ പുരാതന ഗ്രന്ഥശാലകളെ എലികളിൽ നിന്ന് സംരക്ഷിക്കാൻ പെൺപൂച്ചകളെ വളർത്താൻ ഇവർ അനുവാദം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കടുത്ത നിയമം? സന്യാസിമാരുടെ വിശ്വാസമനുസരിച്ച് കന്യകാമറിയം ഒരിക്കൽ ഈ തീരത്ത് വരികയും ഇതിൻ്റെ ഭംഗിയിൽ ആകൃഷ്ടയായി ഈ പ്രദേശം തൻ്റെ തോട്ടമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കന്യകാമറിയത്തിൻ്റെ മാത്രം സ്വന്തം ഭൂമിയാണിത്. കൂടാതെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന സന്യാസിമാർക്ക് ലൗകിക ചിന്തകളില്ലാതെ ദൈവത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഈ നിയമം സഹായിക്കുന്നു. ഇവിടുത്തെ സന്യാസിമാരുടെ ജീവിതം നമ്മളെ അത്ഭുതപ്പെടുത്തും. ലോകം മുഴുവൻ ഒരു സമയക്രമം പിന്തുടരുമ്പോൾ ഇവർ ഇന്നും പഴയ ബൈസാന്റൈൻ സമയക്രമമാണ് പിന്തുടരുന്നത്. അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ് ഇവർക്ക് അർദ്ധരാത്രി അഥവാ 0 മണി. സൂര്യന്റെ ചലനത്തിനനുസരിച്ച് ഇവർ എല്ലാ ദിവസവും തങ്ങളുടെ വാച്ചുകളിലെ സമയം മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ആധുനിക ഗ്രെഗോറിയൻ കലണ്ടറിന് പകരം ഇവർ പഴയ ജൂലിയൻ കലണ്ടറാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ ബാഹ്യലോകത്തേക്കാൾ 13 ദിവസങ്ങൾ പിറകിലാണ് ഇവിടുത്തെ തീയതികൾ. സന്യാസിമാരുടെ ഒരു ദിവസം 8 മണിക്കൂർ പ്രാർത്ഥന, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം എന്നിങ്ങനെ കൃത്യമായി തിരിച്ചിരിക്കുന്നു. ഇവർ പൂർണ്ണമായും സസ്യബുക്കുകളാണ്. ദിവസങ്ങളിൽ 2 നേരം മാത്രമേ ആഹാരമുള്ളൂ. ഭക്ഷണ സമയത്ത് ആരും സംസാരിക്കാൻ പാടില്ല. പകരം ഒരു സന്യാസി വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉറക്കെ വായിച്ചു കൊണ്ടിരിക്കും. മൗണ്ട് അഥോസ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല. അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള പ്രവേശനം അതീവ കർശനമാണ്. പുരുഷന്മാർക്ക് മാത്രമേ സന്ദർശന അനുമതിയുള്ളൂ. അഥോസിലേക്ക് പ്രവേശിക്കാൻ ഡെമോണിറ്റിരിയോൺ എന്ന പ്രത്യേക പെർമിറ്റ് നിർബന്ധമാണ്. ഒരു ദിവസം പരമാവധി 100 ഓർത്തഡോക്സ് വിശ്വാസികൾക്കും മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട 10 അല്ലെങ്കിൽ 15 പുരുഷന്മാർക്കും മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. അതിനാൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനായി ബുക്ക് ചെയ്യേണ്ടി വരുന്നു. നൂറ്റാണ്ടുകളായി യുദ്ധങ്ങളിൽ നിന്നും കൊള്ളകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടതിനാൽ മൗണ്ട് അഥോസ് ബൈസാന്റൈൻ സംസ്കാരത്തിന്റെ ഒരു വലിയ നിധിശേഖരമാണ്. ലോകത്തിലെ ഏറ്റവും അപൂർവമായ കയ്യെഴുത്തു പ്രതികൾ, യേശുക്രിസ്തുവിനെ ക്രൂശിച്ച കുരിശിന്റെ ഭാഗങ്ങൾ, അത്ഭുത പ്രവർത്തകങ്ങളായ ഐക്കണുകൾ എന്നിവ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. സന്യാസിമാർ യാതൊരുവിധ വാദ്യോപകരണങ്ങളും ഇല്ലാതെ ആലപിക്കുന്ന ബൈസാന്റൈൻ ചാൻറ്റുകൾ ലോക പ്രശസ്തമാണ്. കാലം എത്ര മാറിയാലും, ഡിജിറ്റൽ വിപ്ലവം ലോകത്തെ കീഴടക്കിയാലും 10-ാം നൂറ്റാണ്ടിലെ ആത്മീയ അന്തരീക്ഷം അതുപോലെ നിലനിർത്തുന്ന ഒരു അദ്ഭുത ലോകമാണ് മൗണ്ട് അഥോസ്. വിമർശനങ്ങൾ ഒരു വശത്തുണ്ടെങ്കിലും വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും ഈ പുണ്യഭൂമി ഇന്നും ലോകത്തിന് മുന്നിൽ ഒരു സമസ്യയായി നിലകൊള്ളുന്നു. ഈ വിചിത്രമായ പ്രദേശത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.